ജിം, നീ തിരക്കിലാണോ? അതെ, കുറച്ച്. ഞാൻ സ്കൂൾ പ്രൊജക്റ്റിന് വേണ്ടി കുറച്ച് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ശരി, അങ്കിൾ ഫ്രാൻസിസ് ഇന്ന് പറയാമെന്ന് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ വിശുദ്ധനായ ചാവറ അച്ഛന്റെ കഥയാണ്. ഓ, ചാവറ കുര്യാക്കോസ് അച്ഛനെ കുറിച്ചാണോ? അതെ ജിം, വളരെ വലിയ ഒരു സാമൂഹിക പ്രവർത്തകനും നവോത്ഥാന നായകനും ആയിരുന്നു അദ്ദേഹം. അതെ, അദ്ദേഹമാണ് എല്ലാ പള്ളികളുടെയും സമീപം എല്ലാ കുട്ടികൾക്കുമായി പള്ളിക്കൂടം എന്ന ആശയം നടപ്പിലാക്കിയത്. ജിം, അദ്ദേഹത്തിന്റെ പേരിൽ ധാരാളം നേട്ടങ്ങളുണ്ട്. അദ്ദേഹമാണ് കുട്ടികൾക്കായി ഉച്ചഭക്ഷണം കൊടുക്കാൻ ആരംഭിച്ചതും എല്ലാ പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്കും പഠിക്കാനായി സ്കൂളുകൾ തുറന്നതും അച്ഛന്റെ നേട്ടങ്ങളിൽ ചിലതാണ്. നിനക്കറിയാമോ ജോവാൻ? അദ്ദേഹമാണ് ആദ്യത്തെ മലയാള ദിനപത്രമായ നസ്രാണി ദീപിക എന്ന പത്രം തുടങ്ങിയത്. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഗുഡ് മോർണിംഗ് അങ്കിൾ. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അതെ അങ്കിൾ, വർണ്ണവിവേചനത്താൽ ദുഷിച്ചിരുന്ന ഈ സമൂഹത്തിൽ ചാവറയച്ഛന്റെ നേട്ടങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ചാവറ കുര്യാക്കോസ് അച്ഛനെ കുറിച്ച് പറഞ്ഞു തരാമോ അങ്കിൾ? കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ 1805 ഫെബ്രുവരി 10 ആലപ്പുഴയിലെ കൈനഗിരി എന്ന ഗ്രാമത്തിൽ ജനിച്ചു. 5-ാം വയസ്സിൽ കുര്യാക്കോസിനെ മാതാപിതാക്കൾ കളരിയിൽ ചേർത്തു. ശ്രദ്ധിക്കൂ, എല്ലാവരും അക്ഷരങ്ങൾ എഴുതിക്കേ, ഞാനൊന്ന് കാണട്ടെ. ആശാനെ, എല്ലാ അക്ഷരങ്ങളും എഴുതേണ്ട ആവശ്യമുണ്ടോ? കുര്യാക്കോസ്, എനിക്കറിയാം നീ വളരെ ബുദ്ധിയുള്ള കുട്ടിയാണെന്ന്. പക്ഷേ മറ്റുള്ളവരങ്ങനെയല്ല. ആദ്യത്തെ 10 അക്ഷരങ്ങൾ ആദ്യം എഴുതൂ. ശരി ആശാനെ. മണിയ, നീ എന്ത് ഇവിടെ വന്നിരിക്കാത്തത്? ധാരാളം പഠിക്കാനുണ്ട്. ഇവിടെ വന്നിരിക്കേ. എന്താണ് കുര്യാക്കോസ്, നീ എന്താണ് പറയുന്നത്? താഴ്ന്ന ജാതിക്കാരെ ഇവിടെ പഠിപ്പിക്കില്ലെന്ന് അറിയില്ലേ? ഇവിടെ പഠനം മേൽജാതിക്കാർക്ക് മാത്രമുള്ളതാണ്. ആശാനെ, മണിയനും ദൈവത്തിന്റെ മകനാണ്. തമ്പുരാന്റെ മുമ്പിൽ എല്ലാ കുട്ടികളും ഒരുപോലെയാണ്. ഇല്ല കുര്യാക്കോസ്, നിന്റെ മതം അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ സമൂഹം അതിനനുവദിക്കുന്നില്ല. ഇത് ശരിയല്ല ആശാനെ. താഴ്ന്ന ജാതിയിലുള്ള കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരം കിട്ടണം. ഞാൻ വളർന്നു വലുതായാൽ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ സാധിക്കുന്ന ഒരു വിദ്യാലയം ഉണ്ടാക്കും. അതൊന്നും അത്ര എളുപ്പമല്ല കുട്ടി. ഇത്ര വിപ്ലവകരമായ ഒരു മാറ്റം കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല. അപ്പാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പാ, എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞു. ഇനി എനിക്ക് സെമിനാരിയിൽ പോകണം. മോനെ, ദൈവത്തിന് നീ ഒരു പുരോഹിതനാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. അമ്മേ, അമ്മയ്ക്കറിയില്ലേ പള്ളിയിൽ അച്ഛനുമായി ഇതിനെക്കുറിച്ച് കുറെ കാലങ്ങളായി സംസാരിക്കുന്നത്? അതെ, നീ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് മോനെ. ഞാനും അപ്പനും കൂടി നാളെ തന്നെ വികാരിയച്ഛനെ കണ്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. നന്ദി അമ്മേ. ഇടവക വികാരിയുടെ നിർദ്ദേശപ്രകാരം 13-ാം വയസ്സിൽ കുര്യാക്കോസ് പാലക്കൽ തോമസ് മൽപ്പാൻ റക്ടറച്ചനായിരുന്ന പള്ളിപ്പുറം സെമിനാരിയിൽ ചേർന്നു. സെമിനാരിയിലായിരുന്നപ്പോൾ അപ്പന്റെയും സഹോദരന്റെയും അപ്രതീക്ഷിതമായ മരണം കുര്യാക്കോസിനെ വളരെയധികം വേദനിപ്പിച്ചു. കുട്ടികളെ, കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പൗരോഹിത്യ സ്വീകരണമാണെന്നറിയാമല്ലോ. അതിനുശേഷം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള മേഖലകളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കുര്യാക്കോസ്, നിന്റെ ആഗ്രഹം എന്താണ്? അച്ചോ, എനിക്കൊരു സ്വപ്നമുണ്ട്. താഴ്ന്ന ജാതിക്കാർക്ക് കൂടി വിദ്യ അഭ്യസിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിയെടുക്കണം. ഒരു താഴ്ന്ന ജാതിക്കാരനായതിനാൽ എൻ്റെ ബാല്യകാല സുഹൃത്ത് മണിയനെ കളരിയിൽ കയറ്റാതിരുന്ന സംഭവം എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം കുര്യാക്കോസ്. നിനക്കിങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. എല്ലാ ജാതിക്കാർക്കും അറിവ് നേടാൻ തക്ക വിധം നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റം വരണം കുര്യാക്കോസ്. ഹേയ് കുട്ടികളെ, നിങ്ങൾ എന്താണ് പള്ളിക്കൂടത്തിൽ വരാത്തത്? നിങ്ങൾക്ക് പഠിക്കുവാനുള്ള പ്രായമായല്ലോ. ഇത് കുര്യാക്കോസ് അച്ഛനല്ലയോ? അങ്ങേക്ക് എന്നെ ഓർമ്മയുണ്ടോ? ചെറുപ്പത്തിൽ അങ്ങയുടെ കൂട്ടുകാരനായിരുന്ന മണിയനാണ് ഞാൻ. ഓ, മണിയനാണോ നീ?
ചെറുപ്പത്തിലെ നിനക്കെന്റെ കൂടെ കളരിയിൽ പഠിക്കാൻ സാധിക്കാതിരുന്നത് എന്നെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വിധി തന്നെ നിന്റെ കുട്ടികൾക്കും വന്നുകൂടാ. ഞാനതിന് സമ്മതിക്കുകയില്ല. അങ്ങനെ സംഭവിക്കാനും പാടില്ല. വളരെ വളരെ നന്ദി അച്ചോ. പക്ഷേ നമ്മുടെ സമൂഹം അതിന് അനുവദിക്കുമോ അച്ചോ? ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യനതിനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ചു. ദൈവത്തിന്റെ മുൻപിൽ എല്ലാവരും ഒരുപോലെയും തുല്യാവകാശികളുമാണ്. എല്ലാവർക്കും പഠിക്കുവാനുള്ള അവകാശവുമുണ്ട്. നന്ദി അച്ചോ. ചിലപ്പോൾ എന്റെ കുട്ടികൾക്കും പഠിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കും. ജാതി വർണ്ണ വിവേചനമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ വിദ്യ അഭ്യസിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അച്ഛൻ ഗ്രാമം മുഴുവൻ സഞ്ചരിച്ച് പ്രസംഗിച്ചു. മേൽജാതിക്കാരുടെ ഇടയിൽ ഇത് വളരെ എതിർപ്പുകൾ ഉണ്ടാക്കിയെങ്കിലും അച്ഛൻ പിന്തിരിഞ്ഞില്ല. ഓ, വരൂ കുര്യാക്കോസ്, അവിടുത്തെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? പറയൂ. അച്ചോ, മാറ്റി നിർത്തപ്പെട്ടവരെയും സമൂഹത്തിൽ താഴ്ത്തപ്പെട്ടവരെയും എനിക്ക് കൈപിടിച്ചുയർത്തണം. അത് സാധ്യമാക്കാൻ നമുക്കൊരു സന്യാസസഭ രൂപീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അച്ചോ, നമുക്കതിന് ഒരുമിച്ച് നിൽക്കാം. ഓ, ഇത് വളരെ നല്ല ആശയമാണ്. പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ താങ്കളെപ്പോലെയുള്ള ആളുകൾ വരേണ്ടത് അത്യാവശ്യമാണ്. 1831 ഫാദർ കുര്യാക്കോസ്, പാലക്കൽ തോമാ മൽപ്പാൻ, പോരൂക്കര തോമാ മൽപ്പാൻ, കണിയാന്തറ യാക്കോബ് സഹോദരൻ എന്നിവർ ചേർന്ന് മാന്നാനത്ത് ഒരു സന്യാസ സഭ രൂപീകരിച്ചു. ഇതാണ് CMA സഭയുടെ ജനനം. പോരൂക്കര അച്ഛന്റെയും പാലക്കൽ അച്ഛന്റെയും മരണശേഷം 1855 ചാവറയച്ചൻ സഭയുടെ മേലധികാരിയായി സ്ഥാനമേറ്റു. ജിം, എന്താണ് CMAയുടെ പൂർണ്ണരൂപം? എനിക്കറിയാം അങ്കിൾ, കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നല്ലേ? അങ്കിൾ, അദ്ദേഹം ഒരു സന്യാസിനി സമൂഹം സ്ഥാപിച്ചില്ലേ? അതെ ജോവാൻ, അതാണ് CMC എന്നറിയപ്പെടുന്നത്. കോൺഗ്രിഗേഷൻ ഓഫ് മൗണ്ട് കാർമൽ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സന്യാസിനി സമൂഹമാണ് അത്. 1846 അദ്ദേഹം മലയാളത്തിലെ ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചു. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമായ നസ്രാണി ദീപികയുടെ പിറവിയും ഈ പ്രസ്സിലായിരുന്നു. അതേ വർഷം തന്നെ അദ്ദേഹം സംസ്കൃത കളരി തുടങ്ങുകയും വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സമ്പ്രദായം നടപ്പിൽ വരുത്തുകയും ചെയ്തു. കുട്ടികളെ, നിങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട അച്ഛാ. പള്ളിക്കൂടത്തിലേക്ക് ഞാൻ വരാൻ കാരണം അച്ഛനാണ്. എന്റെ കുട്ടി, നിന്റെ പേരെന്താണ്? അത് അച്ഛാ, ഞാൻ മണിയന്റെ മോനാണ്, കുമാരൻ. ചെറുപ്പത്തിൽ എനിക്ക് കളരിയിൽ പഠിക്കാൻ സാധിച്ചില്ല. എനിക്ക് വിശപ്പില്ലാതെ പഠിക്കാൻ സാധിക്കുന്നത് അച്ഛൻ ഈ പള്ളിക്കൂടം തുടങ്ങിയത് കൊണ്ടാണ്. അതെ അച്ചോ, ഇവന്റെ പ്രായത്തിലുള്ള 50 കുട്ടികൾ ഇവിടെയുണ്ട്. ഇവരാരും തന്നെ കളരിയിൽ പോയിട്ടുമില്ല, അക്ഷരം പഠിച്ചിട്ടുമില്ല. വിദ്യാഭ്യാസം ഒന്നുകൊണ്ട് മാത്രമേ കുട്ടികൾക്ക് ഒരു നല്ല ഭാവി നൽകാൻ നമുക്ക് സാധിക്കൂ. കുട്ടികൾ മാതാപിതാക്കൾക്ക് ദൈവം നൽകിയ സമ്പത്താണ്. നമ്മുടെ പള്ളിക്കൂടത്തിൽ ധാരാളം കുട്ടികൾ പഠിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചാക്കോ, നീ അറിഞ്ഞോ കുര്യാക്കോസ് അച്ഛൻ ഇടവക ജനങ്ങൾക്കായി ഒരു ധ്യാനം നടത്താൻ പോകുന്നെന്ന്? ഞാൻ ഇതിനു മുൻപ് ഇങ്ങനെയൊന്നും കേട്ടിട്ടേയില്ല. സാധാരണ സന്യസ്തർക്ക് വേണ്ടിയല്ലേ ഇങ്ങനെ ധ്യാനങ്ങളൊക്കെ നടത്തുന്നത്? ശരിയാണ് ഔസേപ്പെ. ഇപ്പോൾ ഇടവക ജനങ്ങൾ പള്ളിയോട് ഒത്തിരി അടുത്തിരിക്കുന്നു. കുര്യാക്കോസച്ചൻ പറഞ്ഞ അനുസരിച്ച് അന്നമ്മ അടുത്ത വീട്ടിലെ സ്ത്രീകളെയൊക്കെ ചേർത്തൊരു പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടി വൈകുന്നേരം കൊന്ത ചെല്ലാറുമുണ്ട്. നീ മറന്നോ ചാക്കോ, കഴിഞ്ഞ ഈസ്റ്ററിന് അച്ഛൻ കുരിശിന്റെ വഴി നടത്തിയത്? അതെ, നീ മറന്നോ ചാക്കോ, കഴിഞ്ഞ ഈസ്റ്ററിന് അച്ഛൻ കുരിശിന്റെ വഴി നടത്തിയത്? നമ്മുടെ പാപപരിഹാരങ്ങൾക്കായി നാം നടത്തിയ കുരിശിന്റെ വഴി മറ്റ് മതവിശ്വാസികൾക്കും അത്ഭുതമായിരുന്നു. അച്ഛൻ തുടങ്ങി വെച്ച 40 മണി ആരാധന, ദിവ്യകാരുണ്യ ആരാധന, ഇതൊക്കെ നമുക്കൊരനുഭവമാണ്. ക്രിസ്തുമതം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും കൂടുതൽ ആളുകൾ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യട്ടെ. നമ്മുടെ പള്ളിയിൽ നടന്നു വരുന്ന ദിവ്യകാരുണ്യ ആരാധന, 40 മണി ആരാധന, ഇതൊക്കെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യും. മിശിഹായിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടായ്മയും സ്നേഹവും കണ്ട് മറ്റു മതസ്ഥർ പോലും ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അച്ചോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവിശ്വാസം പകരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലർക്കും അത് ശരിയായി നിർവഹിക്കാൻ ഇപ്പോഴും സാധിക്കുന്നില്ലച്ചോ. അത് ശരിയാണച്ചോ. കുറച്ച് പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, എന്നാൽ ശരിയായ പരിശീലനം കൊടുക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് കുറച്ചുപേരെ മതബോധന അധ്യാപകരായി തിരഞ്ഞെടുത്ത് പരിശീലനം നൽകാം.
അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ വിശ്വാസങ്ങളെക്കുറിച്ചും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിക്കട്ടെ. ഓ, അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണല്ലോ അച്ചോ. ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കുക. യാചകർക്കും അശരണർക്കും രോഗികൾക്കുമായി നാം കഴിഞ്ഞ മാസം തുടങ്ങിയ അനാഥാലയത്തിലേക്ക് സഹായികളായി പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വന്നാൽ വളരെ നന്നായിരുന്നു. അച്ചോ, വീട്ടുജോലികളൊക്കെ കഴിഞ്ഞ് അനാഥാലയത്തിൽ വന്ന് അവിടെയുള്ളവരെ സഹായിക്കാൻ ഞങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. ഓ, ദൈവത്തിന് സ്തുതി. ഇവരെ നയിക്കുവാനുള്ള ധൈര്യവും ബലവും ശക്തിയും എനിക്കു നീ നൽകണമേ. ചാവറയച്ചന്റെ മറ്റൊരു സംഭാവനയായിരുന്നു സീറോ മലബാർ സഭയെ അതിന്റെ പിളർപ്പിൽ നിന്നും രക്ഷിച്ചത്. പിളർപ്പോ? അതെന്താണെങ്കിൽ? പിളർപ്പെന്ന് ഉദ്ദേശിച്ചത് സഭയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം സീറോ മലബാർ സഭ രണ്ടായി വിഭജിക്കപ്പെടുന്ന അവസ്ഥയിലെത്തിച്ചേർന്നതിനെയാണ്. പക്ഷേ കേരളത്തിൽ എങ്ങനെയാണ് സമൂഹസഭയിൽ പിളർപ്പുണ്ടായത്? അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ 1850 മുതലുള്ള കേരള കത്തോലിക്ക സഭയുടെ ചരിത്രമറിയണം. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ മറ്റൊരവസരത്തിൽ പറഞ്ഞുതരാം. സഭയെ പിളർപ്പിൽ നിന്ന് രക്ഷിക്കാൻ 1862 വരാപ്പുഴ മെത്രാൻ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ സീറോ മലബാർ സഭയുടെ വികാരി ജനറലായി നിയമിച്ചുകൊണ്ടുള്ള കൽപ്പന ഇറക്കുകയും ചെയ്തു. അങ്കിൾ, കുര്യാക്കോസ് അച്ഛന് എങ്ങനെ ബിഷപ്പിനെ എതിർക്കാൻ സാധിച്ചു? CMI സഭയുടെ അധികാരം മാത്രമല്ലേ അച്ഛനുണ്ടായിരുന്നുള്ളൂ? വളരെ നല്ല ചോദ്യം ജിം. നിങ്ങൾ കേട്ടിട്ടില്ലേ, പേനയ്ക്ക് വാളിനേക്കാൾ വളരെ ശക്തിയുണ്ടെന്ന്? അദ്ദേഹം നല്ലൊരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. കത്തോലിക്ക സഭയിലെ 18-ാം നൂറ്റാണ്ടിലെ ഏറ്റവും കരുത്തുറ്റ നേതാവായി ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ അറിയപ്പെട്ടു തുടങ്ങി. മിശിഹായിൽ പ്രിയമുള്ള എന്റെ സഹോദരീ സഹോദരന്മാരെ, സിറിയയിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ബിഷപ്പ് തോമസ് റോക്കോസിന്റെ തെറ്റായ വിശ്വാസ പരിശീലനത്തെക്കുറിച്ചുള്ള മാർപ്പാപ്പായുടെ ഇടയലേഖനത്തെക്കുറിച്ച് ഞാൻ എല്ലാ ഇടവകകളിലെയും വൈദികർക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട്. പക്ഷേ അച്ചോ, സിറിയയിൽ നിന്ന് ഇവിടെ വന്ന് പഠിപ്പിക്കുന്നത് പണ്ട് മുതലേ ഉള്ള കാര്യമാണല്ലോ. അത് അനുവാദമില്ലാതെ അവർ ചെയ്യുന്നതാണ്. കൂടാതെ മാർപ്പാപ്പായുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്, സിറിയയിൽ നിന്നും കേരളത്തിലെ പള്ളികളിൽ വന്ന് അവർ പഠിപ്പിക്കുവാൻ പാടില്ല എന്ന്. ഓ, തോമസ് റോക്കോ മെത്രാൻ ഇപ്പോൾ തന്നെ കുറെ വിശ്വാസികളെ കാണുകയും പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ വിവരം എല്ലാ വിശ്വാസികളെയും അറിയിക്കണം. തോമസ് റോക്കോയുടെ പരിശീലനങ്ങൾ നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിന് എതിരാണ് എന്ന്. ശരിയായ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തിരിച്ചുവരാൻ എല്ലാ ഇടവക വിശ്വാസികളെയും പഠിപ്പിക്കുവാനായി ഞാൻ എത്രയും പെട്ടെന്ന് പുറപ്പെടുകയാണ്. ബിഷപ്പ് തോമസ് റോക്കോസിനെതിരെയുള്ള കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ശക്തമായ പോരാട്ടത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമായി കേരളത്തിലെ കത്തോലിക്ക സഭ രണ്ടായി പിളരുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു. അച്ചോ, നമ്മളുടെ പള്ളിക്കൂടത്തിന്റെ പണികളെല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നു. നന്നായി ദേവസി അച്ചോ. എല്ലാ പള്ളികളുടെയും സമീപം ഒരു വിദ്യാലയം ഉണ്ടാകുന്നത് നല്ലതാണ്. നമുക്കതിനെ പള്ളിക്കൂടമെന്ന് വിളിക്കാം. എല്ലാ കുട്ടികൾക്കും വിദ്യ പകർന്നു നൽകുക വഴി നമുക്കവരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തികളാക്കി നമുക്കവരെ മാറ്റിയെടുക്കാം. ശരീരത്തിന് ഭക്ഷണം എന്നതുപോലെ ഒരു വ്യക്തി അറിവ് നേടുന്നതും അത്യന്താപേക്ഷിതമാണ്. അക്ഷരങ്ങളുടെ ഉപാസകനായിരുന്നു ചാവറയച്ചൻ. അച്ഛന്റെ കർശനമായ നിർദ്ദേശപ്രകാരം സീറോ മലബാർ സഭയിലെ എല്ലാ പള്ളികൾക്കും സമീപം പള്ളിക്കൂടം ആരംഭിച്ചു. കൂടാതെ അദ്ദേഹം 1846 മാന്നാനത്ത് സംസ്കൃത കളരി തുടങ്ങി. അദ്ദേഹത്തിന്റെ വലിയ സംഭാവനയാണ് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല നല്ല അറിവ് പകരുന്ന പുസ്തകങ്ങൾ, അശരണർക്കായി അനാഥാലയങ്ങൾ, വിശ്വാസ പരിശീലനം. കൂടാതെ അദ്ദേഹം ജീവിച്ചത് ഒരു വിശുദ്ധ ജീവിതമാണ്. അങ്കിൾ, ചാവറയച്ചന് 7 ഭാഷകൾ അറിയാമെന്ന് പറയുന്നത് സത്യമാണോ? അതെ ജോവാൻ, അദ്ദേഹം 7 ഭാഷകളിൽ അറിവ് നേടിയിരുന്നു. ആ ഭാഷകളിൽ അദ്ദേഹം ധാരാളം ലേഖനങ്ങൾ എഴുതിയിരുന്നു. 1871 ജാനുവരി 3 തന്റെ 66-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങി. അദ്ദേഹം മാന്നാനത്ത് വെച്ചല്ലേ മരിച്ചത്? അദ്ദേഹത്തെ എവിടെയാണ് അടക്കിയത്? അല്ല ജിം, മരണസമയത്ത് അദ്ദേഹം കൂനമ്മാവിലായിരുന്നു. മൃതദേഹം കൂനമ്മാവ് ആശ്രമ ദേവാലയത്തിൽ സംസ്കരിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ മാന്നാനത്തെ ആശ്രമ ദേവാലയത്തിൽ പുനഃസംസ്കാരം നടത്തി. 2014 ചാവറ കുര്യാക്കോസ് അച്ഛനെ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു, ശരിയല്ലേ അങ്കിൾ? അതെ ജിം, 1886 ഫെബ്രുവരി 8 ജോൺ പോൾ 2 മാർപ്പാപ്പ കോട്ടയത്ത് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 ഫ്രാൻസിസ് 1 മാർപ്പാപ്പ ചാവറയച്ചനെയും എവുപ്രാസിയമ്മയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു. നിങ്ങൾക്കറിയാമോ ഏത് അത്ഭുതമാണ് ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി അംഗീകരിച്ചതെന്ന്?
എനിക്കറിയാം അങ്കിൾ. ശരീരങ്ങൾ തമ്മിൽ കൂട്ടിയോജിക്കപ്പെട്ട ഇരട്ടകളായ മെറിയ ജോസ് കൊട്ടാരത്തിൽ എന്ന കുട്ടികളുടെ രക്ഷപ്പെടലും പിന്നെ മാന്നാനത്തുള്ള ചാവറയച്ചന്റെ ശവകുടീരത്തിൽ നടന്ന പ്രാർത്ഥനകൾ കൊണ്ട് കാഴ്ച കിട്ടിയ പെൺകുട്ടിയുടെ അത്ഭുതകരമായ സംഭവവും. വളരെ ശരിയാണ് ജോവാൻ. ഒരു പുരോഹിതൻ, വികാരി ജനറൽ, സാമുദായിക നേതാവ്, സാഹിത്യകാരൻ, വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നീ നിലകളിൽ മഹത് വ്യക്തിത്വത്തിന് ഉടമ, ഒരു ജനതയ്ക്ക് വേണ്ടി ജീവിച്ചയാൾ, എല്ലാ അർത്ഥത്തിലും വിശുദ്ധൻ. നന്ദി അങ്കിൾ. ഞങ്ങൾക്ക് ചാവറ കുര്യാക്കോസ് അച്ഛനെ കുറിച്ച് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ബൈ ചിൽഡ്രൻ. ബൈ.